രണ്ട് MLA-മാർക്കും നേരെ സമാനമായ ആരോപണം ഉണ്ടായപ്പോൾ രാജി ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളതാണ് LDF കൺവീനറിന്റെ ചോദ്യം. മാത്രമല്ല CPI-യുമായി ബന്ധപ്പെട്ട് ഇതല്ലല്ലോ അഭിപ്രായം ചോദിക്കുമ്പോൾ CPI-യോട് ചോദിക്കാൻ പറയുന്നത് CPM-ന്റെ ഒരു സംഘടനാ നേതാവല്ല, അദ്ദേഹം LDF-ന്റെ കൺവീനറാണ്. CPI-യുടെ അഭിപ്രായം കൂടി പരിഗണിക്കേണ്ട ഒരാളാണ്, അത് CPI-യോട് ചോദിക്കണം എന്നൊക്കെ പറയുന്നത്. ഈ തരത്തിൽ എത്ര ദൂരം പ്രതിരോധിക്കാൻ കഴിയും മാർഷൽ? CPM എത്രമാത്രം ദയനീയമായ പ്രതിരോധത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് LDF കൺവീനർ EP ജയരാജന്റെ വാക്കുകൾ. പ്രത്യേകിച്ച് കോൺഗ്രസിലെ 2 MLA-മാർ രാജിവെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് മുകേഷും രാജിവെക്കേണ്ടതില്ല എന്നുള്ള ദുർബലമായ സാങ്കേതികമായ ഒരു തൊടുന്യായം മാത്രമാണ് ഇപ്പോൾ EP ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത്. എന്നും മാത്രമല്ല, അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെല്ലാം തന്നെ മറ്റു കോൺഗ്രസ് MLA-മാരെ പഴിചാരി മാത്രമാണ്. എന്നാൽ മുകേഷിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെ ഒന്നിനെയും തന്നെ അദ്ദേഹം പ്രതിരോധിക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. എന്നു മാത്രമല്ല, കാത്തിരിക്കൂ, ഇടതുമുന്നണി അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ സർക്കാർ തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം, CPM നേതൃത്വത്തിലും മുകേഷിനെതിരെ ശക്തമായ വികാരമുണ്ട്. CPI പൂർണ്ണമായിട്ടും മുകേഷ് രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇടതുമുന്നണി, അതായത് നാളെ ചേരാനിരിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മുകേഷ് MLA-യുടെ രാജി പ്രധാന വിഷയമായി വരും എന്നുള്ള സൂചന തന്നെയാണ് LDF കൺവീനറുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ CPM ഈ വിഷയം ചർച്ച ചെയ്യും. ഇടതുമുന്നണിയുടെയും അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിൻ്റെയും ശക്തമായ നിലപാടുണ്ടാവും. കോൺഗ്രസ് MLA-മാർ സ്വീകരിക്കുന്ന അതേ നയം തന്നെയാണോ CPM MLA-മാരും സ്വീകരിക്കേണ്ടത് എങ്കിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള സാമാന്യ യുക്തി അനുസരിച്ചുള്ള ചോദ്യം ഉയർന്നു വരും. അതിനെ പ്രതിരോധിക്കാൻ MLA-ക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ CPM-ന് അവർ രാജിവെക്കണമെന്നൊരു നിലപാടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് മാറുന്നത്? ഇപ്പൊ EP ജയരാജന്റെ ഇതേ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാടെങ്കിൽ അന്ന് ആപ്ലിക്കബിൾ ആയിരുന്നില്ല ഈ നിലപാട്. അവരുടെ രണ്ടുപേരുടെയും രാജി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു CPM-ഉം LDF-ഉം. ഇപ്പോൾ അവനവന്റെ MLA-യുടെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ അത് എങ്ങനെയാണ് തള്ളിപ്പറയാൻ കഴിയുക? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കച്ചങ്ങായിമാർ എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ ഞങ്ങളെല്ലാം ഒക്കച്ചങ്ങായിമാരാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ EP ജയരാജൻ പ്രതികരിച്ചിരിക്കുന്നത്. മാധു പറഞ്ഞ പോലെ കോവളം MLA വിൻസെന്റും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയും ഈ 2 MLA-മാർക്കെതിരെ പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ ഇവരൊക്കെ രണ്ടുപേർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ രാജി ആവശ്യപ്പെട്ട പാർട്ടിയാണ് CPM. അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്ത പാർട്ടിയാണ് CPM. എന്നാൽ ആ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ രാജിയിലേക്ക് എത്തിക്കുവാനുള്ള ശേഷി ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ടും, അതല്ലെങ്കിൽ നാളെ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്കും വരും, അപ്പോൾ ഈ ഒരു ന്യായം പറഞ്ഞ് മാറി നിൽക്കാം എന്നുള്ള തൊടു രാഷ്ട്രീയ ന്യായം സ്വീകരിച്ചതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. എന്തായാലും ഇടതുമുന്നണി കൺവീനർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് MLA എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണോ അന്വേഷിക്കേണ്ടത് എന്നുള്ള തിരിച്ചുള്ള മറുപടിയാണ്. എന്ന് മാത്രമല്ല, മുകേഷിനെ പോലെ ഒരു MLA, ജനപ്രതിനിധിയായ ഒരാൾ ഒളിവിൽ കഴിയുന്നത് എത്രമാത്രം സങ്കടകരമായ കാര്യമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എനിക്ക് എന്നാണ് ചോദിക്കുന്നത്. MLA തപ്പേണ്ടത് പോലീസിന്റെ പണിയാകുന്ന ഒരു സാഹചര്യം നിർഭാഗ്യകരമല്ലേ LDF-നെ സംബന്ധിച്ചിടത്തോളം മാർഷൽ? തീർച്ചയായിട്ടും നമ്മൾ എൽദോസ് കുന്നപ്പള്ളി ഇതേ രീതിയിൽ തന്നെ 4 ദിവസം അദ്ദേഹത്തെ കാണാതിരുന്നപ്പോൾ എനിക്ക് ഉറപ്പാണ് നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്, എവിടെ MLA, എൽദോസ് എവിടെ പോയി എന്നുള്ള ചോദ്യം. അന്ന് ഇടതുപക്ഷ MLA-മാരും ഇടതുപക്ഷ പാർട്ടികളും എല്ലാം തന്നെ എൽദോസ് MLA എവിടെ എന്നുള്ള ചോദ്യം ഇന്നിപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും. മുകേഷ് MLA എവിടെ? ഇന്ന് രാവിലെ 6 മണി മുതൽ മാതൃഭൂമി ന്യൂസ് സംഘം അദ്ദേഹത്തിൻ്റെ MLA-യുടെ വീടിൻ്റെ വാതിക്കൽ നിൽക്കുകയാണ്. MLA എന്ന നിലയിലേക്ക് അദ്ദേഹം ഫോൺ എടുക്കുന്നതേയില്ല, ആര് വിളിച്ചാലും സംസാരിക്കുന്നില്ല. എനിക്കൊന്നും കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെയായിരുന്നു. മുകേഷ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഓച്ചിറയിലാണെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം വീടിന് പുറത്തേക്ക് തിരുവനന്തപുരത്തുള്ളയാൾ ഓച്ചിറയിലാണെന്ന് കള്ളം പറഞ്ഞു ഒളിച്ചു മാറി നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഗത്യന്തരമില്ലാതെയാണ് അന്ന് മുകേഷ് പ്രതികരിച്ചത്. ഇന്നും മുകേഷ് പ്രതികരിക്കുന്നില്ല. മുകേഷ് ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിക്കണം, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരണം. തനിക്ക് നേരെ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണങ്ങൾക്ക് മറുപടി പറയണം. ഇതെല്ലാം ജനാധിപത്യ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് ആ MLA-യും കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് LDF കൺവീനർ EP ജയരാജൻ സ്വീകരിക്കുന്നത് വളരെയധികം കഷ്ടകരമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ച മറ്റു റിപ്പോർട്ടർമാരിലേക്ക് പോകാം മാർഷൽ. പക്ഷേ CPI ഒരു നിലപാട് ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആനിരാജ ഒളിവും മറയും ഇല്ലാതെ മുകേഷ് രാജിവെക്കണം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രകാശ് ബാബു അങ്ങനെ സർക്കാരിനെയോ മുന്നണിയോ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നയവും നിലപാടും മുകേഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം CPI ഒരു പാർട്ടി എന്ന നിലയിലേക്കുള്ള അഭിപ്രായം ഔദ്യോഗികമായി പറയും എന്നതുകൂടി പറയുകയാണ്. പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടുന്ന അവസ്ഥ മുന്നണിക്കുണ്ട് മാർഷൽ.
തീർച്ചയായിട്ടും. കാരണം മുന്നണിയുടെ രാഷ്ട്രീയം അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ആരോപണ വിധേയനായാൽ അവരെ സാങ്കേതികത്തിന്റെ മറവിൽ സംരക്ഷിക്കുകയല്ല, മറിച്ച് ജനാധിപത്യ രീതിയിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ഇന്ന് വരെ ഇടതുപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയം. അത് മുകേഷിനും ബാധകമാണ്. എന്നാൽ CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ലൈനിൽ നിൽക്കുന്നത് കൊണ്ട് ആ മുന്നണിക്കകത്തെ സംവിധാനത്തിൽ ഒരു മാറ്റം വരണ്ട, അല്ലെങ്കിൽ അതിനകത്തൊരു പ്രതിസന്ധി വരണ്ട എന്ന രീതിയിൽ അവർ മൗനം പാലിക്കുന്നേ കരുതാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, നാളെ ചേരാൻ പോകുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെയുള്ള നിലപാടിൽ ശക്തവും ആയിട്ടുള്ള ഒരു നടപടി എടുക്കാത്ത പക്ഷം പ്രതിപക്ഷം ഈ സമരം ശക്തമാക്കും. അവിടെയും പ്രശ്നമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷത്തിനും വളരെ ബലപ്പെടുത്തി ഇതുകൊണ്ട് പറയാൻ സാധിക്കില്ല. 2 MLA-മാർ അവരുടെ കൂടെ നിൽക്കുകയാണ് എന്നുള്ള ഒരു വൈതരണി അവരെയും ബാധിക്കുന്നുണ്ട്. മാധു, ശരി, ഓക്കെ.